അമ്മ എന്തോ വെച്ചേ? നമുക്ക് തറവാട്ടിലോട്ടൊന്ന് പോയാലോ? ആ ശരി, വാ ഇപ്പൊ തന്നെ പോ, ഇറങ്ങ. എന്തോന്നമ്മ, അമ്മയ്ക്ക് മാമനെ അപ്പൂപ്പനെ കാണണമെന്നൊന്നുമില്ലേ? എങ്ങനെ ഇവിടുന്ന് ഇറങ്ങാനാണ്? ഇത്രയും പണി കിടക്കണത് നിനക്ക് കണ്ടൂടെ? ഒരു വലിയ വീട് വാങ്ങിച്ചാൽ മാത്രം പോരാ, അതനുസരിച്ച് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണം. ഒരാൾ സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഇന്നു മുതൽ ഈ വീട് വൃത്തിയാക്കുന്ന ഡ്യൂട്ടി റിങ്കിയും പിങ്കിയും ഏറ്റെടുത്തണം. പിന്നെ സമയമുണ്ടെങ്കിൽ ഞാനും കൂടാം. അയ്യോ, ദേവി ഇത് ഉപദ്രവിക്കല്ലേ. വൃത്തിയാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, വൃത്തി ഏടാക്കാതിരുന്നാ മതി. ഒരു വേലക്കാരി വെച്ചിരുന്നെങ്കി വെച്ചാ 10,000 രൂപ മാസം നീ കൊടുക്കൂ. ഞാൻ ഒന്നും പറഞ്ഞില്ലേ. എന്തോന്ന് വെച്ചാൽ നിന്റെ കയ്യിൽ ഒരു സാധനം വെറുതെ ഇരിക്കൂലേ? ഞാൻ എന്ത് ചെയ്യാതെ എടുത്തപ്പോ അങ്ങ് വഴുതിപ്പോയി. നല്ല കപ്പായിരുന്നു, പൊട്ടിയിരുന്നെങ്കിൽ നഷ്ടം എനിക്ക് തന്നെയല്ലോ. ഓ, പൊട്ടിയിരുന്നെങ്കി ഇപ്പൊ അതിന്റെ കണക്കും കൂടെ കേൾക്കേണ്ടി വന്നേൻ. പൊട്ടിയില്ലല്ലോ. കൊള്ളാം, പൊളിച്ച്. നീ ഇതെവിടെ പോണ്? ഇപ്പൊ ഒരിടത്ത് പോകണില്ല, പക്ഷെ ഒരിടത്ത് പോകാൻ വേണ്ടിട്ട് ഞാൻ ട്രയൽ നടത്തിയതാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളി, ഭയങ്കര പൊളി തന്നെ. വസ്ത്രധാരണം വളരെ മോശം, ഒന്ന് ശ്രദ്ധിക്കണം. ഇത് മോശമൊന്നുമല്ല, ഇപ്പോഴത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഡ്രസ് ആണല്ലേ. ഇവിടെ കാണാനേ കായംകുളത്ത് കുഞ്ഞമ്മയുടെ ചായ ഇല്ലേ? കുഞ്ഞമ്മി? ആ, കുഞ്ഞമ്മ ചെറുപ്പത്തിൽ ഇതുപോലെയായിരുന്നു. അതേ മുഖം, ആ ഐശ്വര്യം, ആഠ്യത്വം. വയസ്സായെങ്കിലും ഗ്ലാമറിന് ഒരു കുറവുമില്ല. അതെ മണി, ഈ ഗ്ലാമറിന്റെ അടിസ്ഥാനം നിറമാണെന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. അച്ഛ ഇപ്പൊ പറഞ്ഞതിലും ഒരു അടിസ്ഥാനവും ഇല്ല. ഞാനൊരു അടിസ്ഥാനം പറയാം. ഇവക്ക് അച്ഛന്റെ ചായയാണ്, പക്ഷെ അമ്മയുടെ നിറമാണ്. അതുപോലെ രവിയേട്ടന്റെ അമ്മയുടെ അതേ ഛായയും നിറവുമാണ് ചിന്നൂന്. ചിന്നുവിനെ കാണാനേ അല്ല, അപ്പച്ചിയെ കാണാനേ അച്ഛനെ പോലെ അല്ല. ആര് പറഞ്ഞു? കാണാൻ എന്നെ പോലെ തന്നെയാണ് അവള്, പിന്നെ ഇച്ചിരി നിറത്തിലൊരു വ്യത്യാസമുണ്ട്. ഇച്ചിരി നല്ല ഒരുപാട് വ്യത്യാസമേ ഉള്ളൂ. ചിന്നുവിന്റെ കണ്ണൊക്കെ നല്ല വിടർന്നാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങളെ പോലത്തെ ഈ ജാമ്പയ്ക്ക് മൂക്കൊന്നുമല്ല. അതിന് അച്ഛനെ മീശ മാർജാരനല്ലേ? മാർജാരനല്ലേടി, മറ്റേ കണ്ടം പൂച്ച. മതി മതി, നിർത്ത്. അച്ഛനാണ് കളിയാക്കണത്. എടി, എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ചിരിപ്പിക്കല്ലേ? എന്ത്? ഒരു ദിവസേ കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ അന്ന് ജംഗ്ഷനിൽ കടയിൽ പോയപ്പോഴേ 2 പയ്യന്മാരിങ്ങനെ നിന്നു ബൈക്കിൽ. എനിക്ക് കണ്ടപ്പോഴേ അല്പം വശക്കേട് തോന്നി. ഞാനൊന്ന് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. അപ്പൊ അവരും എന്നെ ഒന്ന് നോക്കി. ഇവിടെ ഒരാളെ കാര്യം പറഞ്ഞോ. ഞാനിങ്ങനെ സൂക്ഷിച്ച് തറപ്പിച്ച് ഒന്നുകൂടി നോക്കിയപ്പോ അവർ രണ്ടുപേരും പെട്ടെന്ന് ബൈക്ക് കൊടുത്തിട്ട് പോയി കളഞ്ഞു. എന്താ കാര്യം? അവർ വിചാരിച്ചു ഞാൻ പോലീസാണ്. അതൊന്നും അല്ല കാര്യം. നിങ്ങൾ തുറപ്പിച്ച് നോക്കിയില്ലേ? ഏതോ പ്രാന്തനാന്ന് വിചാരിച്ചാണ്. പിള്ളേരും പേടിച്ചോടിയതാണ്. ആ അച്ഛൻ പറഞ്ഞ കഥ കള്ളക്കഥയാണെന്ന് അച്ഛന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. തന്നെ നിങ്ങൾ വലിയ സൗന്ദര്യവതികള്. ഒന്നാണെങ്കിൽ തടിച്ച് ഭൂതം പോലെ, ഒന്നാണെങ്കിൽ എലി കറണ്ട പോലെ. ഒന്നിനും 1.5 ഇഞ്ച് പൊക്ക ദൈവം കൊടുത്തുള്ളൂ. അസൂയ, അസൂയ ഇതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. ഒന്ന് പോടി അവിടുന്ന്. കമ്മീഷണർ പോണാ? ഉരുളയ്ക്ക് പേര്